അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്തയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള മൗലാന ഷഹാബുദ്ദീൻ റസ്വി, നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഉത്തർപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം അത് വഖഫിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയ ഒരു വ്യക്തിയാണ് ഈ മൗലാന റസ്വി എന്ന് പറയുന്ന, ഷഹാബുദ്ദീൻ റസ്വി എന്ന് പറയുന്ന ഈ വിരുദ്ധൻ. ഇദ്ദേഹം മുസ്ലിം ജമാഅത്തിന്റെ ദേശീയ പ്രസിഡന്റായി അവിടെ നിന്ന് നിരന്തരമായി വിഷം തുപ്പുന്ന ഒരു സമീപനമാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉത്തർപ്രദേശിൽ നിന്ന് ഉയർന്നു വന്നു. അതേസമയം ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് അറിയണം. സംഭവം എന്ന് പറഞ്ഞാൽ, ഉത്തർപ്രദേശിൽ ഇയാൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയ ശേഷം യോഗി ആദിത്യനാഥ് ഇതിനെ വലിയ രീതിയിൽ കൗണ്ടർ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. വഖഫിന്റെ എല്ലാ ഭൂമിയും, അതായത് ഉത്തർപ്രദേശിൽ ഇതുവരെ ഏതൊക്കെ ഭൂമി വഖഫിന്റെ കയ്യിലിരിക്കുന്നുവോ ആ എല്ലാ ഭൂമിയും അവിടെ തുറന്നു പരിശോധിക്കാനാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. വഖഫ് അനധികൃതമായി കയ്യേറിയ ഭൂമിയാണ് അതെങ്കിൽ അത് സർക്കാർ പിടിച്ചെടുക്കും. പിടിച്ചെടുത്ത ശേഷം ചെയ്യാൻ പോകുന്നത് പാവപ്പെട്ടവർക്ക് സ്കൂളും കോളേജുകളും കെട്ടിക്കൊടുക്കും, ആശുപത്രികളും കെട്ടിക്കൊടുക്കും എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന എന്ന് പറയുന്നത്. ഈ പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ വരുന്ന വാർത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൗലാന ഷഹാബുദ്ദീൻ റസ്വി കുംഭമേളയ്ക്ക് ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ്. ആ സന്ദേശം എന്താണെന്നല്ലേ, വളരെ രസകരമായിട്ടുള്ളൊരു സന്ദേശമാണ്. മഹാകുംഭത്തിനെത്തിയ എല്ലാ സന്യാസിമാർക്കും ഭക്തർക്കും മൗലാന ആശംസകൾ നേരുകയാണ്. വളരെ നല്ല കാര്യം. ശാന്തിയും സമാധാനവും നൽകി മഹാകുംഭമേള സമാപിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതും വളരെ നല്ല കാര്യം. പ്രയാഗ്രാജിലെ എല്ലാ മുസ്ലിങ്ങളോടും അവർ കടന്നു പോകുന്ന മുസ്ലിം പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും, അതായത് കുംഭമേളയ്ക്ക് എത്തുന്ന ആൾക്കാർ കടന്നു പോകുന്ന മുസ്ലിം പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും ഈ നടന്നു പോകുന്ന ഭക്തർക്ക് മുകളിൽ പുഷ്പവൃഷ്ടി നിങ്ങൾ നടത്തണം എന്നാണ് ഈ മൗലാന ചേട്ടൻ പറയുന്നത്. പോരാത്തതിന് ഭക്തരെ സ്വാഗതം ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. കാരണം ഈ ഇസ്ലാം പാരമ്പര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതമാണ്. ഇസ്ലാമിൻ്റെ പ്രവാചകൻ സ്നേഹവും വാത്സല്യവുമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. യോഗി ആദിത്യനാഥ് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് തന്നെ ഒരു മികച്ച മുഖ്യമന്ത്രിയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് പല കാര്യങ്ങളിലും അഭിനന്ദനം അർഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. കോടിക്കണക്കിന് ഭക്തർക്ക് താമസത്തിനും ഭക്ഷണത്തിനും മികച്ച ക്രമീകരണമാണ് ഈ കുംഭമേളയ്ക്ക് യോഗി ആദിത്യനാഥ് ഒരുക്കിയിരിക്കുന്നത് എന്നും ഈ വിനിതൻ പറയുന്നു. പോരാത്തതിന് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പിന്തുണയ്ക്കുകയാണ് എന്നും ഇയാൾ പറയുന്നുണ്ട്. യോഗിയുടെ വഖഫിൻ്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നു. വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ളവർ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ നശിപ്പിച്ചു എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു വശമാണ്. ദരിദ്രർ, ദുർബലർ, അശരണർ, മുസ്ലിങ്ങൾ എന്നിവരെ സഹായിക്കാൻ ഞങ്ങളുടെ വഖഫ് ഭൂമിയും ഞങ്ങളുടെ പല ഭൂമികളും ഞങ്ങൾ വഖഫ് ചെയ്തു. ജനക്ഷേമ പ്രവർത്തനങ്ങൾ അങ്ങനെ ഞങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം പോരാതെ വഖഫ് ബോർഡിലെ ജനങ്ങൾ ഭൂമാഫിയയുമായി കൂട്ടുകൂടി പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്തു എന്നാണ് പറയുന്നത്. വഖഫിന്റെ പേരിൽ ഭൂമി കയ്യേറിയവർക്കെതിരെ യോഗി ആദിത്യനാഥ് നടപടി എടുക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിപ്പിക്കുക എന്ന് പറയുന്നത്. യോഗിയുടെ ഒരൊറ്റ പ്രസ്താവനയിൽ കുംഭമേള വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ അതേ മനുഷ്യൻ തന്നെ കുംഭമേളയ്ക്ക് പോകുന്ന ആൾക്കാരുടെ മുകളിൽ പുഷ്പവൃഷ്ടി നടത്തണമെന്നും യോഗി ആദിത്യനാഥ് മികച്ച മുഖ്യമന്ത്രിയാണെന്നും പറഞ്ഞിരിക്കുന്നു. പോരാത്തതിന് 1.5 ലക്ഷം രൂപയാണ് കുംഭമേളയിൽ നിന്നും യോഗി ആദിത്യനാഥ് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത്. ഈ റവന്യൂ കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കുംഭമേള നടക്കുന്ന ആ പ്രദേശം വഖഫിന്റെ ഭൂമിയാണ് എന്ന് ഇയാൾ പറഞ്ഞു വരുത്തിയത് എന്നൊരു ആരോപണവും ആക്ഷേപവും ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഉയർന്നു വരുന്നുമുണ്ട്. എന്തായിരുന്നാലും യോഗിയുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ പല വഖഫ് ബോർഡിലെ ആൾക്കാരും മുട്ടുമടക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെ മുട്ടുമടക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.